ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഈ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ആൻഡ് ദിസ് ഇസ് ജ്യോതി ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ഫ്രൈഡേ വ്ളോഗാട്ടോ. അതായത് രാവിലെ കുറച്ച് ചിക്കൻ മേടിച്ചു, അത് കൈയോടെ കൊണ്ടുവന്ന് അകത്ത് വെച്ചിട്ട് ചെയ്യാൻ കുറച്ച് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേന് ആശാന് നല്ല വിശപ്പായിട്ടോ. അങ്ങനെ അമ്മ ബ്രെഡ് വേണമെന്ന് പറഞ്ഞു. ആദ്യം എന്നോട് പറഞ്ഞു അമ്മ സാൻഡ്വിച്ചും ഉള്ളു. ഞാൻ പറഞ്ഞു സാൻഡ്വിച്ച് ഉണ്ടാക്കാനുള്ള ടൈമൊന്നുമില്ല, എനിക്ക് വിശക്കുന്നത്, നമുക്ക് പെട്ടെന്ന് ബിരിയാണി വെക്കാമെന്ന് പറഞ്ഞു. ചിക്കൻ കിട്ടിയിട്ടുണ്ട്, എന്നാൽ പിന്നെ 2-3 ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് തരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇത് ബട്ടറിനകത്ത് ഇതുപോലെ സ്പ്രെഡ് ചെയ്തിട്ട് ടോസ്റ്റ് ചെയ്ത് കൊടുക്കട്ടോ. ഇത് നല്ലതാണ്. 2 സൈഡും അത്യാവശ്യം ലെയർ ബട്ടറും ഒക്കെ വെച്ചിട്ട് ഞാൻ ചെയ്ത് കൊടുത്തിട്ടോ. അന്ന് റെഡി ആയപ്പോഴത്തേന് ഞാൻ സീനോട് പറഞ്ഞു 3 കൊടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ യാശുവിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ എൻ്റെ പണികളിലേക്ക് കഴിയാമെന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ ഫ്രിഡ്ജ് തുറന്ന് സാധനങ്ങൾ എടുക്കണമല്ലോ. ഇന്ന് ഞാൻ വെക്കാൻ പോകുന്നത് നമുക്ക് ഒരു ഓയിൽ ഫ്രീ അല്ലെങ്കിൽ ഒരു പ്രത്യേകിച്ച് നെയ്യോ കാര്യങ്ങളോ ഒന്നും തന്നെ ചേർക്കാത്ത ഒരു ടേസ്റ്റി ഒരു അടിപൊളി ബിരിയാണി കേട്ടോ. ഈ ഒരു സവാള ഞാൻ പൊളിച്ച് വെച്ചേക്കുന്നുണ്ടല്ലോ, മുന്നേ ഫ്രിഡ്ജിൽ വെച്ചതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു തീരുമാനം എടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ എണ്ണ തീർന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു 2 ദിവസം വീട്ടിലില്ല, അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഒരു ഓയിൽ ഫ്രീ അല്ലെങ്കിൽ അടിപൊളി ടേസ്റ്റി ബിരിയാണി ഉണ്ടാക്കിക്കൂടാം. അപ്പം സാധനങ്ങളെല്ലാം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് നേരെ കൊണ്ടുവിടെ വെച്ചു. പിന്നെ ചിക്കൻ എടുത്തു, ചിക്കൻ്റെ കവറും കാര്യങ്ങളൊക്കെ അങ്ങ് പുറത്തേക്ക് വെച്ചിട്ട് ഇത് ഞാൻ കുറച്ച് ഉപ്പിലും വിനാഗിരിയിലൊക്കെ ഇട്ട് കഴുകും കേട്ടോ, ഇതിൻ്റെ ഒരു സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കും. ഈ പറഞ്ഞ പോലെ എനിക്ക് കരളോ അല്ലെങ്കിൽ ഇതിനകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും എനിക്കിഷ്ടമല്ല കേട്ടോ. ഞാൻ മേടിക്കാൻ പോകുന്ന സമയത്ത് ഞാൻ പറയാം കടയിൽ നിൽക്കുന്നവരോട് പറയും അതെല്ലാം അങ്ങ് മാറ്റിയിട്ട് തരണേന്ന്. ഇന്ന് ഏട്ടനെ മേടിച്ചിട്ട് വന്നപ്പോൾ 2-3 ഉണ്ടായിരുന്നു, അപ്പോൾ അതെല്ലാം ഞാൻ എടുത്ത് പറക്കി കളഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇന്ന് വെക്കാൻ പോകുന്നത് വെച്ചാൽ കുക്കറിലാണ് കേട്ടോ. എണ്ണയും വേണ്ട നെയ്യും വേണ്ട, അടിപൊളിയല്ലേ. അപ്പം നല്ല ടേസ്റ്റി ആട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ മെയിൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഒരു നേരത്തേക്ക് വെക്കാം, അടിപൊളി ആവുകയാണെന്നുണ്ടെങ്കിൽ നൈറ്റും എടുക്കാമല്ലോ. അടിപൊളി ആവുന്നില്ല, അടിപൊളി ആട്ടോ. അപ്പം ഇപ്പോഴത്തേനുള്ള പീസസ് കുറച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ ലെഗ് പീസ് ഭയങ്കര ഇഷ്ടമാട്ടോ ബിരിയാണിക്കകത്ത്. ആ ഒരെണ്ണം മതി എനിക്ക്, അല്ലാണ്ട് ഭയങ്കര ഫ്ലഷ് വരുന്ന സംഭവം എനിക്കിഷ്ടമല്ല. കുറച്ച് എല്ലൊക്കെ കൂടി ചേർന്നാൽ എനിക്കിഷ്ടമാട്ടോ. പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് സാധനങ്ങളെല്ലാം അവിടെ വെച്ചു. തൈരിൻ്റെ ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നു, അത് പൊട്ടിച്ചങ്ങ് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ വാഷ് ചെയ്ത് കട്ട് ചെയ്യാം. സവാള ഞാൻ 2 ദിവസം മുന്നേ, 2 ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം മുന്നായിട്ട് ഉള്ളിക്കറി വെക്കാനായിട്ട് കട്ട് ചെയ്ത് വെച്ചതാട്ടോ. പിന്നെ ഈ എണ്ണയുടെ പ്രശ്നം വന്നപ്പോഴത്തേന് അതങ്ങ് സ്കിപ്പ് ചെയ്ത് അതും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് സവാള പൊളിച്ചതിരിപ്പുണ്ട്. പിന്നെ കുറച്ച് തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം അരിയും. ഇവിടെ പച്ചമുളക് ഞാൻ പൊതുവേ കുറയ്ക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും താല്പര്യമില്ല, ഇവിടെ ആർക്കും അങ്ങനെ താല്പര്യമില്ല കേട്ടോ. പിള്ളേരും കേൾക്കത്തില്ല, ഏട്ടനും അങ്ങനെ താല്പര്യമില്ല. പിന്നെ വെളുത്തുള്ളിയുടെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ കടയിലൊക്കെ ഇപ്പം നമുക്ക് കിട്ടത്തില്ലേ വലിയ വെളുത്തുള്ളി, ഞാൻ കൂടുതലും അതാരും കേട്ടോ നോക്കുന്നത്, പൊളിക്കാനുള്ള എളുപ്പത്തിനും മാത്രമല്ല. ഒരെണ്ണം എടുത്താൽ മതി, അത്യാവശ്യം വലിയ കാര്യങ്ങൾക്കൊക്കെ എല്ലാത്തിനും കാണുമല്ലോ. അപ്പം ആ ഒരു വലിയ അല്ലി വെളുത്തുള്ളി എടുത്ത് അത് നന്നായിട്ട് പൊളിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇഞ്ചി ഞാൻ കഴിഞ്ഞ ആഴ്ച വീട്ടിൽ പോയപ്പോൾ അമ്മ തന്നുവിട്ടതാട്ടോ. പക്ഷേ കുറേ നാളായതുകൊണ്ടാണ് അതിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട്, ഇത് ഏതോ വീട്ടിൽ നിന്ന് മേടിച്ചു വന്നത് കേട്ടോ അമ്മ എനിക്ക്. പക്ഷേ കുറേ അങ്ങ് ചീത്തയായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് യാഷ് വന്നു കേട്ടോ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്തു വിട്ടിട്ടായിരിക്കും ഞാനിങ്ങനെ ഇപ്പോൾ അടുക്കള വന്ന് നിൽക്കണം. വലിയ പ്രശ്നമൊന്നുമില്ല, ആൾ ഇച്ചിരി വലുതായി വരുന്നതനുസരിച്ച് എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനുണ്ടോയെന്നൊന്ന് നോക്കിയിട്ട് പോകുന്നതാട്ടോ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട്. അപ്പം ഞാൻ എന്തോ പറഞ്ഞു, മോനിവിടെ TV കാണുവാണ്. അപ്പം ഞാൻ പറഞ്ഞു ഫുഡാകുമ്പോൾ അമ്മ വിളിക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ നേരെ എൻ്റെ പണികളിലേക്ക് കുഞ്ഞു പീസാക്കി ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കട്ട് ചെയ്തിടും കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ മിക്സിയുടെ ജാർ ഒരു പ്രാവശ്യം ചീത്തയായി പോയി, അതെന്താ പ്രശ്നമെന്ന് അറിയത്തില്ല. ഇപ്പം ഞാൻ മേടിച്ചേക്കുന്നത് ഒരു സ്പെയർ മിക്സിയുടെ ജാറാട്ടോ. അപ്പോൾ ഇത് ഇതുപോലെ കുഞ്ഞു പീസസ് ആക്കി ഇടുമ്പോഴത്തേന് പെട്ടെന്ന് നമുക്ക് അരഞ്ഞ് കിട്ടുകയും ചെയ്യും. മാത്രമല്ല ഇതിൻ്റെ ഒറിജിനൽ ജാർ മേടിക്കണമെങ്കിൽ കുറച്ച് അത്യാവശ്യം റേറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ വെച്ചാൽ തൽക്കാലം ഇത് പോട്ട് ചെയ്യുന്ന വെച്ചിട്ടാണ് ഞാനൊരു സ്പെയർ ജാർ മേടിച്ച് വെച്ചേക്കുന്നത്. അതിനകത്ത് ഇതുപോലെ കട്ട് ചെയ്ത് ഒരു പച്ചമുളകും ബാക്കി അത്യാവശ്യത്തിലേറെ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ വെച്ച് ചതച്ചങ്ങോട്ട് എടുക്കും. ഇനി ഞാൻ നേരെ പോകുന്നത് എന്തെടുക്കാനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാർ അകത്തിരിക്കായിരുന്നു കേട്ടോ. അങ്ങനെ അതിനകത്ത് ഈ ഒരു ജാറാട്ടോ ഞാൻ മേടിച്ചെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിനകത്ത് നന്നായിട്ട് ചതച്ചെടുക്കുക കേട്ടോ. പക്ഷേ നമ്മുടെ ഇതിൻ്റെ ഒറിജിനൽ ജാറാണെന്നുണ്ടെങ്കിൽ ഒറ്റ കറക്കുമ്പോൾ അതിന് പെട്ടെന്ന് വരും. ഇതിപ്പോൾ 2-3 പ്രാവശ്യമായിട്ട് വരും, ഇച്ചിരി ചതഞ്ഞ് വരാനും നല്ല പാടാട്ടോ. അങ്ങനെ ഈ വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അങ്ങോട്ട് മാറ്റി ആ ഒരു കട്ടിംഗ് ബോർഡിനകത്തേക്ക് വെച്ചിട്ട് ഇനി ഞാൻ പോയി ഗ്ലൗസ് ഇടും കേട്ടോ. ഈ ഗ്ലൗസ് ഇടുന്ന ഒരു പരിഷ്കാരത്തിന് വേണ്ടിയിട്ടൊന്നും അല്ല കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് അധികം ഗ്ലൗസ് മേടിച്ച് വെച്ചിട്ടുണ്ട്. കാരണം എനിക്ക് അധികം വെള്ളത്തിൽ കൈ ഇടുമ്പോഴത്തേന് കൈ ഭയങ്കര നീറ്റിലാണ്. അപ്പം കുറച്ച് ഉള്ളിയും നമ്മുടെ തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതിൽ നിന്ന് കുറച്ച് എടുത്തു, കാരണം വൈകിട്ടത്തെയും കൂടെ വെക്കണമല്ലോ. പിന്നെ കുറച്ച് തൈരും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഒരു നാരങ്ങയുടെ പാതി അതും കൂടെ ഇതിനകത്ത് പിഴിഞ്ഞൊഴിക്കുക. എന്നിട്ട് പൊടികളായ
കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെന്താ ഗരം മസാല ഇത് കണക്കിന് അങ്ങോട്ട് ഇടുക കേട്ടോ. ഒരുപാട് കൂടിയും പോകരുത്, നിങ്ങൾ എടുക്കുന്ന ചിക്കൻ അനുസരിച്ചിട്ടാണ്, പ്രത്യേകിച്ച് അളവും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. എന്നിട്ട് ഒരു അരമണിക്കൂർ ചിക്കനും കൂടി ഇട്ടിട്ട് വേണമെങ്കിൽ മാറ്റി വയ്ക്കാം. പക്ഷേ എനിക്കിവിടെ വെക്കാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ നന്നായിട്ട് തിരുമ്മി എടുത്തിട്ട് നമ്മുടെ കുക്കറിനകത്തേക്ക് വെക്കാം കേട്ടോ. എൻ്റെ ഒരു കുക്കർ ചീത്തയായി പോയി, ഒരു കുക്കർ എന്നല്ല, ഞാൻ മേടിക്കുന്ന കുക്കറെല്ലാം ചീത്തയായി പോകുന്ന അമ്മ പറയുന്നത്. അതെന്താ പ്രശ്നമൊന്നും എനിക്കറിയത്തില്ല. പിന്നെ സാലഡിന് ആ ഉള്ളിൽ നിന്ന് തന്നെ കുറച്ച് എടുത്തിട്ട് അതും എടുത്തു. കുക്കുംബർ ഞാൻ നൈറ്റ് കട്ട് ചെയ്യാനായിട്ട് മേടിച്ചത് കേട്ടോ. എനിക്ക് ഈ സാധനം കഴിക്കാൻ ഭയങ്കര പാടാണ്. ഈ ക്യാരറ്റൊക്കെ ഉണ്ടെങ്കിൽ പിന്നെയും കുഴപ്പമില്ല, പക്ഷേ എന്തോ ഈ ഒരു കുക്കുംബർ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. അപ്പോൾ ഇവിടെ സാലഡിൽ കുക്കുംബർ ഇടുന്ന എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അതൊന്ന് കട്ട് ചെയ്ത് ഇതിൻ്റെ കൂടെ ഇടാം. ടൊമാറ്റോ ഇടുന്നത് ആർക്കും ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ ടൊമാറ്റോ ഞാനത് സ്കിപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് ടൊമാറ്റോ ഇഷ്ടമാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ടൊമാറ്റോ സ്കിപ്പ് ചെയ്തിട്ട് ഇതും കൂടെ കട്ട് ചെയ്തിട്ട് ഞാൻ അങ്ങോട്ട് വെക്കുക കേട്ടോ. ഇപ്പോഴേ ഞാൻ സാലഡ് തൈര് ഒഴിച്ചിട്ട് ഞാൻ മിക്സ് ചെയ്യത്തില്ല, കുറച്ച് ഉപ്പും കൂടി ഇട്ട് അടച്ചു വെക്കും. എടുക്കാറാകുമ്പോഴത്തേനാട്ടോ തൈര് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ അവിടെ എല്ലാം അങ്ങ് റെഡിയാക്കി വൃത്തിയാക്കി വെച്ചിട്ട് ഞാൻ ആ ഒരു കുക്കുംബറും കൂടെ അരിഞ്ഞു വെക്കും. ഇതിൻ്റെ ഇടയ്ക്ക് 2-3 ഞാൻ കഴിക്കുന്നുണ്ട് കേട്ടോ. അത് എന്തുകൊണ്ടാണ് ഞാൻ കഴിക്കുന്നതെന്ന് ഇപ്പോൾ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായില്ല. ഞാൻ അങ്ങനെ കഴിക്കാറില്ലായിരുന്നു കേട്ടോ. എന്തോ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഞാൻ കഴിക്കുന്നത്, അറിയില്ല. അങ്ങനെ ആ ഒരു കട്ടിംഗ് ബോർഡും ഒക്കെ അങ്ങ് തുടച്ച് വെക്കുക. ഈ ഒരു സംഭവം അങ്ങോട്ടേക്ക് മാറ്റിക്കുക. ഞാൻ ഈ എടുക്കുന്ന അപ്പോൾ ജസ്റ്റ് ഒന്ന് തുടച്ചങ്ങ് മാറ്റാറുണ്ട് കേട്ടോ. ലാസ്റ്റ് വലിയൊരു ക്ലീനിങ് ആയിരിക്കും, പക്ഷേ എനിക്ക് ഇങ്ങനെ കിടക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ഞാൻ പണ്ടും പറയുമല്ലോ, എനിക്ക് അപ്പോൾ വൃത്തിയായി കിടക്കണം എടുക്കുന്നതെല്ലാം, അല്ലാണ്ട് ഒരുമിച്ച് കൊണ്ട് കളയാൻ അല്ലെങ്കിൽ ഒരുമിച്ച് ഒതുക്കുന്നത് എനിക്കിഷ്ടമല്ല. അപ്പം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ പുതിനയിലേയും മല്ലിയിലേയും അത് നമുക്ക് വേണമല്ലോ, അപ്പോൾ അത് രണ്ടും നന്നായിട്ട് വാഷ് ചെയ്ത് കേട്ടോ. ഞാൻ ഇടയ്ക്ക് ഒരു കടയിൽ ചെന്നപ്പോഴത്തേന് അത്യാവശ്യം മോശമായ രീതിയിലായിരുന്നു ഈ സാധനങ്ങളൊക്കെ ഇട്ട് കിടക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഞാൻ കെളുപ്പിക്കാൻ 2 പ്രാവശ്യം നോക്കിയിട്ട് എനിക്ക് പറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പം ഞാൻ നന്നായിട്ടിടും. ഇപ്പം വിനാഗിരി ഇല്ലാത്തതുകൊണ്ട് ചിക്കൻ കഴിയുമ്പോൾ വിനാഗിരി തീർന്നു കേട്ടോ, ഇല്ലെങ്കിൽ ഞാൻ അതിനകത്തിട്ടായിരിക്കും ഇത് വാഷ് ചെയ്യുന്നത്. അങ്ങനെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് പിന്നെ ഞാൻ എൻ്റെ തണ്ടൊക്കെ എടുത്ത് മാറ്റിയിട്ട് കുഞ്ഞു കുഞ്ഞു പീസസ് ആക്കി കട്ട് ചെയ്യും കേട്ടോ. കാരണം നമ്മുടെ ബിരിയാണിക്കകത്ത് അത്യാവശ്യം ഏറെ വേണം ഈ 2 ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർ വേണമെങ്കിൽ ഇടണ്ട കേട്ടോ. ഇതിന് പകരം കറിവേപ്പില ഇടാം ആദ്യം തന്നെ. അങ്ങനെ അതും അങ്ങോട്ട് മാറ്റി വെച്ചു. നമ്മുടെ കുക്കർ എടുത്തോട്ടോ. ഈ 2 കുക്കർ, ഇനി 3-4 കുക്കർ ഇരിപ്പുണ്ട്. അപ്പം ഇത് ചെറിയ കുക്കറാണെന്ന് എനിക്ക് തോന്നിയപ്പം ഞാൻ ആദ്യം ഒരു ബ്ലാക്കിലാട്ടോ, പിന്നെ ഞാൻ ആ റെഡിനകത്തേക്ക് ഇടുക കേട്ടോ. അത് കുറച്ചും കൂടെ വലുതാണെന്ന് തോന്നി കേട്ടോ. ആദ്യം ഞാൻ അടുപ്പിൽ കൊണ്ട് വെച്ചായിരുന്നു ആ കുക്കറിനകത്ത് ഇട്ടിട്ട്, പിന്നെ ഞാൻ അതിൽ നിന്ന് തിരിച്ച് തട്ടി അങ്ങ് ഇടുവാണ്. കാരണം ഇനി വെന്ത് പോയി മുകളിലെങ്ങാനും തെറിച്ച് പോയാലോ എന്നെനിക്കൊരു പേടി കേട്ടോ. കുക്കർ എനിക്ക് എന്നും പേടിയാണ്. പിന്നെ അതും അങ്ങ് അടുപ്പിനകത്ത് വെച്ച് ചെറിയൊരു തീയിൽ വെച്ചിട്ട് ഒറ്റ വിസിൽ കേട്ടോ. നമ്മുടെ ചിക്കൻ വേറെ വെള്ളമോ കാര്യങ്ങളോ ഒന്നും ഒഴിക്കണ്ട. അപ്പം കുഞ്ഞു ഫ്ലെയിം എന്ന് പറഞ്ഞൊരു മീഡിയം ഫ്ലെയിം കേട്ടോ. പിന്നെ പാത്രമൊക്കെ കഴുകി അവിടെ ഇരിക്കുന്ന ഒരു സ്റ്റാൻഡ് ഞാനെടുത്ത് താഴെ വെച്ചേക്കോട്ടെ, എനിക്ക് സ്പേസിന് വേണ്ടിയിട്ട്. അപ്പം പിന്നെ അവിടെ എല്ലാം അങ്ങ് തൂത്ത് തുടച്ചല്ല, കഴുകി തുടച്ചു. എല്ലാം ഒന്ന് വൃത്തിയാക്കിയപ്പോൾ തന്നെ എനിക്കൊരു ഭയങ്കര സന്തോഷമാണ്. ഇനി നമുക്ക് അരി എടുക്കാം. അരി ഞാൻ കുതിർത്തൊന്നും വെക്കുന്നില്ല, കൈമ റൈസാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഇതിന്. അപ്പം ഞാനൊരു 2.25 കപ്പ് ഞാൻ എടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് കഴുകി എടുക്കാം കേട്ടോ. ഈ പണ്ടേ എനിക്കുണ്ടല്ലോ ഈ കുഞ്ഞരിയോട് ഭയങ്കര ഇഷ്ടം. പണ്ടേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ചെറുതിലെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അന്ന് ഈ കായ്മ റൈസ് ആണെന്നോ അല്ലെങ്കിൽ പേരൊന്നും നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പോൾ ഈ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക. നല്ല വെള്ളം തെളിഞ്ഞ് വരുന്നവരാട്ടോ ഞാനിത് വാഷ് ചെയ്തെടുക്കുന്നത്. ഈ ഒരു ബിരിയാണി വെക്കാനായിട്ട് നമ്മൾ 1/2 മണിക്കൂറോ 1 മണിക്കൂറോ ഒന്നും റൈസ് സോക്ക് ചെയ്ത് വെക്കേണ്ട കാര്യമില്ല. നന്നായിട്ട് ഡ്രെയിൻ ചെയ്ത് വെള്ളം കളഞ്ഞങ്ങോട്ട് എടുക്കുക. അപ്പോഴത്തേന് ഞാനിങ്ങനെ കാത്തു നിൽക്കോട്ടോ, വിസിലടിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. ആ സമയപ്പത്തേനും ഒരു വിസിലടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫ്ലെയിം ഓഫ് ചെയ്ത് ഞാൻ പിന്നെ ചിക്കനും റൈസും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ റൈസല്ല, ചിക്കനകത്ത് റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഇതുപോലായി വരും കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിന് പറയാൻ മറന്നുപോയി, നമ്മുടെ സ്പൈസസ് ബേ ലീഫ്, കറുകപ്പട്ട, ഗ്രാമ്പു അങ്ങനെയുള്ള സംഭവം. ഏലക്ക ഇല്ലായിരുന്നു, ഏലക്ക ഇട്ടില്ല. പിന്നെ റൈസും കൂടെ ഊറ്റി വാരി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചൂട് നമ്മൾ 2.25 കപ്പല്ലേ, 2 കപ്പ് ചൂട് വെള്ളവും കൂടെ ഞാൻ തിളപ്പിച്ചതാട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് മുകളിലായിട്ട് മല്ലിയും പുതിനയും കൂടി ഇടുക. ഇട്ട് മിക്സ് ചെയ്യാൻ നിൽക്കണ്ട. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് സ്പൂൺ വെച്ച് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കുക. എന്നിട്ട് അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒരൊറ്റ വിസിൽ. എന്നിട്ട് ഇതിനിടയ്ക്ക് നല്ല കാറ്റായതുകൊണ്ട് ജനൽ 2 ഞാനങ്ങ് അടയ്ക്കും കേട്ടോ. കാരണം ഈ ഒരൊറ്റ ഹൈ ഫ്ലെയിമിൽ വിസിലടിക്കുന്നതിന് മുന്നേ അടഞ്ഞു പോയാലോ. പിന്നെ ഞാൻ വന്ന് തൈര് ഇപ്പോഴാണ് ഞാൻ ഒഴിക്കുന്നത് കേട്ടോ. എന്നിട്ട് ബാക്കി തൈര് വെളിയിൽ വെക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വെച്ച്. എപ്പോൾ ഫ്രിഡ്ജ് വന്നാലും ഫ്രീസർ വന്നാലും എനിക്കൊരു സമാധാനമില്ല. അപ്പോൾ അതവിടെ ഇരുന്ന് ഒരു വിസിലടിക്കുന്നത് വരെ ഞാൻ നേരെ പോയി ഒന്ന് തൂത്ത് തുടയ്ക്കാനായിട്ട് പോവാം കേട്ടോ. എത്ര തൂത്താലും പിള്ളേരുള്ളതുകൊണ്ടാണ് കുഞ്ഞു കുഞ്ഞു പൊടികൾ കിടക്കും കേട്ടോ. ഇതിന് ഒരു പ്രത്യേകത ഇതാണ്, എനിക്കൊരു പൊടി പോലും കിടക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അത്യാവശ്യം നല്ല അങ്ങേയറ്റം വൃത്തിയുള്ള കൂട്ടത്തിലായതുകൊണ്ട് തന്നെ
എപ്പോഴും തൂത്തുകൊണ്ടിരിക്കും. എണീക്കുമ്പോൾ ഒരു തൂപ്പ്, പിന്നെ പിള്ളേർ അവിടെ നിന്ന് കഴിച്ച് കഴിഞ്ഞാൽ ഒരു തൂപ്പ്, പിന്നെ ഈ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ നേരെ വന്നൊന്ന് തൂത്ത് മാറ്റാറുണ്ട് കേട്ടോ. എന്നിട്ടാണ് ഞാൻ പോയി ബാക്കിയെല്ലാം ഞാനൊന്ന് ഫ്രഷ് ആവുന്നതൊക്കെ. അപ്പോൾ ഞാൻ ഈ ഒരു ഹോള് മാത്രമേ ഈ ഒരു സൈഡ് തൂക്കുന്നുള്ളൂ. പിന്നെ ഇത് മുകളിൽ നിന്ന് കയറി വരുമ്പോഴത്തേന് എപ്പോഴും പൊടി കാണുമെന്ന് വെച്ചിട്ട് ഈ ഒരു മാറ്റും എടുത്തിട്ട് എപ്പോഴും തൂക്കാറുണ്ട് കേട്ടോ. അപ്പോൾ തൂത്ത് ഞാനൊരു സൈഡിൽ നിന്ന് ഒതുക്കിയപ്പോഴത്തേന് അവിടെ എന്തോ ഒരു സൗണ്ട് കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ അങ്ങോട്ട് പോയി നോക്കിയപ്പോഴത്തേന് 2-3 കുപ്പികൾ മുകളിൽ വെച്ചതൊക്കെ താഴെ വന്ന് വീണിട്ടുണ്ടായിരുന്നു. അത് റൂമിലിരുന്ന കേട്ടോ, വലിയ കുഴപ്പമൊന്നുമില്ല. അതുമൊക്കെ അങ്ങ് എടുത്ത് മാറ്റി. പിന്നെ ഈ തൂക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാനിത് മുന്നേ ആണെങ്കിൽ പുറത്തേക്ക് കൊണ്ടുവന്ന് കളയായിരുന്നു. ഇപ്പം ഞാൻ എന്തോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നിന്നുകൊണ്ട് കോരി ഉണ്ടല്ലോ, ആ കോരിക്കകത്ത് കോരി എടുത്തിട്ട് കത്തിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് ഇടും കേട്ടോ. അതാകുമ്പോൾ എനിക്ക് എളുപ്പമാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതെല്ലാം പുറത്തിടുമ്പം മഴയും കൂടെ ആയതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല കേട്ടോ. അങ്ങനെ ഈ ഒരു കോരിയിലൊക്കെ വന്ന് ഇത് മാറ്റിയിടുക കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കുക്കറിൻ്റെ വിസിലടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു സമാധാനമുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് നേരെ പോയി ഓഫും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതുമൊക്കെ കോരി അങ്ങോട്ട് മാറ്റി കിച്ചണും ഒന്ന് തൂത്തിടും കേട്ടോ. ഇനി തുടയ്ക്കാമെന്ന് വിചാരിച്ചപ്പോൾ പിന്നെ എനിക്ക് എന്തോ ഒരു മടിയായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് നേരെ ഒന്ന് ഹാൻഡ് വാഷൊക്കെ ചെയ്ത് ഒന്ന് ഫേസൊക്കെ കഴിയുമ്പോൾ ചെറിയൊരു സമാധാനം കിട്ടി. പിന്നും ഞാൻ ആലോചിക്കുക എന്തെങ്കിലും പണിയുണ്ടോ എന്ന്. കാരണം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴായിരിക്കും ഞാൻ എന്തെങ്കിലും ഒന്ന് മറക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ മുട്ടയൊക്കെ ആദ്യമേ പുഴുങ്ങായിട്ടേ നമ്മുടെ പൈനാപ്പിൾ, ശരിക്കും ഈ ഒരു പൈനാപ്പിൾ ഞാൻ കട്ട് ചെയ്യുന്നത് പൈനാപ്പിളായി മടിക്കാം എന്ന ഉദ്ദേശത്തിലായിരുന്നു കേട്ടോ. പക്ഷേ എൻ്റെ മടി കാരണം ഇനിയിപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് മറ്റേ മിക്സിയിലെ ജാറും കാര്യങ്ങളൊക്കെ എടുക്കാൻ വയ്യാത്തത് കൊണ്ട് തന്നെ ഞാനിത് കട്ട് ചെയ്തിട്ട് ബിരിയാണിക്കകത്ത് ഇടാൻ വേണ്ടിയിട്ട് റൗണ്ട് പീസാക്കിയും കട്ട് ചെയ്യും കേട്ടോ. ഞാനൊരു കപ്പ് എടുത്തിട്ട് തന്നിട്ട് എൻ്റെ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മ എനിക്ക് ഇതിനകത്ത് മതി. ഞാൻ പറഞ്ഞാൽ ശരിയെന്ന്. ഇടയ്ക്ക് അവൻ വന്ന് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് എൻ്റെ പൈനാപ്പിൾ ലൈമെന്ന്. ഞാൻ പറഞ്ഞു മക്കളെ ഇന്നിപ്പോൾ പൈനാപ്പിൾ ലൈമെന്ന് നമുക്ക് കട്ട് ചെയ്ത് ബിരിയാണിയുടെ കൂടെ കഴിക്കാം. അങ്ങനെ ഇതുമൊക്കെ നല്ല റൗണ്ട് പീസാക്കി നല്ല മധുരമുള്ള ഇതായിരുന്നു കേട്ടോ. 2 ദിവസം ഞാനത് മേടിച്ച് വെച്ചിട്ട് അപ്പോഴത്തേന് ഇതേ നമ്മുടെ ബിരിയാണി ഒന്ന് തുറന്ന് നോക്കുമ്പോഴത്തേന് ഇതുപോലെ ആയിക്കൊണ്ട് കാണാൻ നല്ല ഭംഗിയല്ലേ. ഭംഗി മാത്രമല്ല നല്ല ടേസ്റ്റുമായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്നും പിടിക്കത്തില്ല. അതേ നിങ്ങൾക്ക് തന്നെ കാണാം. ഇങ്ങോട്ട് മാറി വരുന്നുണ്ട്. ചെറിയ അരിയാകുമ്പം അടിപൊളി കേട്ടോ. ഞാൻ വലിയതിൽ ചെയ്ത് നോക്കിയിട്ടില്ല, ഇനി അതുകൂടെ നോക്കാം. അപ്പോൾ ഇതുപോലെ ഇരുന്നിട്ട് ഞാൻ പിന്നെ വിചാരിച്ചു ഒരു വലിയൊരു പാത്രത്തിൽ തട്ടിയിടാം. കുക്കർ ബിരിയാണിയല്ലേ. അപ്പോൾ ഇതുപോലെ തട്ടി അങ്ങോട്ട് ഇടുമ്പം ആവി പറന്ന് ഈ കുക്കറിനകത്തോ മറ്റൊന്നും ഒട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ. നല്ല മണമായിരുന്നു അങ്ങ് തട്ടിയിടുമ്പോഴത്തേന് നിങ്ങൾക്ക് തന്നെ കാണാം. അപ്പം അടിപൊളിയായിട്ട് എന്താ പറയുക, ഓയിലോ എണ്ണയോ ഒന്നുമില്ല. എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ അങ്ങ് റെഡിയാക്കിയതാണ് കേട്ടോ. പക്ഷേ സംഭവം വിചാരിച്ചതിലപ്പുറമായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു. അപ്പം ഇതിനകത്തേക്ക് തട്ടിയിട്ടിട്ട് ഒന്ന് ചൂട് പോകുന്നത് വേണമെങ്കിൽ ഒരു അടപ്പ് വെച്ച് അടയ്ക്കാം. പിന്നെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൈനാപ്പിളെല്ലാം ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്ത് ആ മുട്ടയും കൂടെ ഉണ്ടല്ലോ അതും കൂടെ എടുത്ത് അങ്ങ് വെച്ച് കൊടുത്ത് എന്നിട്ട് അങ്ങ് അടച്ച് വെച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാൻ നേരം ഇതുപോലെ എടുത്തിട്ട് വരും കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ പ്ലേറ്റൊക്കെ ആയിട്ട് നിൽക്കുവാണ്. അപ്പം ഞാൻ പറഞ്ഞു ഓരോരുത്തർക്ക് തരാമെന്ന് കേട്ടോ. അപ്പം തുറന്ന് വരുമ്പോൾ ഇതുപോലെയായിരുന്നു. പിന്നെ നമ്മളൊന്ന് അടച്ചു വെച്ചേക്കുന്നുണ്ട്. പൈനാപ്പിളൊക്കെ ഒന്ന് വാടി അതിൻ്റെ ഒരു സ്മെല്ലും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ബിരിയാണിയുടെ വിശേഷങ്ങൾ ഇതായിരുന്നു കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഉടനെ മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, ടാറ്റാ.